സത്യൻ അന്തിക്കാടിൻ്റെ അതേ റൂട്ടിലോടുന്ന ബസ് തന്നെയാണ് മകൻ അഖിൽ സത്യൻ്റേത്. പക്ഷേ സർവം മായ എന്നുള്ള 2.5 മണിക്കൂറുള്ള ബസ്സിലെ യാത്ര നിങ്ങളെ ഒരു തരത്തിലും ബോറടിപ്പിക്കില്ല. തിയേറ്ററിൽ നിന്ന് ചിരിച്ച് രസിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ് നിവിൻ അജു കോംബോയിലെ സർവം മായ. ആ കോംബോ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട്. ഇതിലും അതുപോലെ തന്നെയാണ്. ഗംഭീരമായിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്നൊന്നുമല്ല, പക്ഷേ സിറ്റുവേഷൻ കോമഡിയാണ്. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കായിട്ട് വന്നിട്ടുണ്ട്. പടത്തിൻ്റെ ജോണർ ഒരു കോമഡി ഹൊറർ ആണ്, പക്ഷേ അങ്ങനെ പേടിപ്പിക്കുന്നതൊന്നുമല്ല. ഫാമിലി ആയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ് സർവം മായ. ജസ്റ്റിൻ പ്രഭാകറിൻ്റെ BGM ആണെങ്കിലും പാട്ടും ഒക്കെ പടത്തിൻ്റെ ആ ഒരു ഫ്ലോയിൽ നന്നായിട്ട് പോയിട്ടുണ്ട്. ശരൺ വേലായുധൻ്റെ ഫ്രെയിംസ് ഗംഭീരമാണ്. നിവിന് മാത്രം പറ്റുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്, കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നമ്മൾ കുറേ ആയിട്ട് മിസ് ചെയ്തതാണ്. ഇത് തിയേറ്ററിൽ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിയേറ്ററിൽ പൊട്ടിച്ചിരി എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ് സർവം മായ. അതിൽ റിയ ഷിബു, പ്രീതി മുകുന്ദ്, ജനാർദ്ദനൻ എല്ലാവരും അവരവരുടെ പെർഫോമൻസ് എല്ലാം ഗംഭീരമാണ്. നിവിൻ, റിയ, ഷിബു എന്നുള്ള അവരുടെ സീൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പോൾ കുടുംബത്തോടെ കുട്ടികൾക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന, തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് സർവം മായ.